നമ്മുടെ സ്വന്തം റോയേട്ടൻ എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ടുള്ള ശരീരം തളർന്നവർക്ക് എപ്പോഴൊരു അഭിമാനമാണ്. കാരണം ഞാൻ കണ്ടുമുട്ടി 10 വർഷത്തോളമായിട്ടുണ്ടാവും അല്ലേ. 10 വർഷത്തോളമായിട്ട് നോക്കുമ്പോൾ 20 വർഷത്തോളമായി റോയേട്ടൻ ഇപ്പോൾ ശരിക്കും ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് 28 വർഷമായി മലപ്പുറത്തെ ഈ ഭവനത്തിൽ താമസം തുടങ്ങിയിട്ട് തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഇവിടെ പണിക്കും മറ്റുമായിട്ട് മലപ്പുറത്ത് വന്നൊരു മലപ്പുറക്കാരനായ റോയേട്ടൻ ഒരു മരത്തിൽ നിന്നുള്ളൊരു ആക്സിഡൻറ്റ് മൂലം സൈക്കിൾ തളർന്നിട്ടും ഇവിടുത്തെ സുഹൃത്ത് വലയങ്ങളുടെ എനിക്കത് വലിയൊരു അനുഭവമാണ് എൻ്റെ കൂട്ടുകാരൻ. കാരണം ബ്ലഡ് റിലേഷനിൽ പോലും കിട്ടാത്തൊരു സമീപനം വരുന്ന കിട്ടിയത് കൊണ്ട് ശരീരം തളർന്നിട്ടും ഒരു ഓട്ടോറിക്ഷ സുഹൃത്തുക്കളൊക്കെ ഒരുക്കി കൊടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഓട്ടോറിക്ഷയിൽ തന്നെയാണ്. ഇവിടെ നിന്ന് തൃശ്ശൂരോട്ട് 90 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ വന്നപ്പോഴാണ് 90 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഈ 90 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്ന് നമ്മുടെ പുനർജീവന ആശ്രമത്തിൽ താമസിക്കുകയും സ്വയമായിട്ട് വീൽചെയറിൽ കുളിച്ച് പുലർച്ച 5 മണിയുണ്ടെങ്കിൽ റോയേട്ടനടക്കം കാണാം കുളിക്കാൻ പോകുന്നതും തുടർന്ന് എത്രയും പെട്ടെന്ന് അടുത്ത ദേവാലയത്തിൽ പോയി ദീപബലി അർപ്പിക്കുന്നതും. ശരിക്കും തൃശ്ശൂരൊക്കെ ആകുമ്പോൾ 2 ദീപബലിക്ക് അർപ്പിക്കാൻ പോകും ആ വണ്ടി സ്വയം ഓടിച്ചിട്ട്. ഇന്ന് ഒരു അവിചാരിതമായിട്ട് എന്നാൽ ദൈവത്തിൻ്റെ വലിയ കരുതലുള്ളത് കൊണ്ട് റോയേട്ടന് വലിയൊരു ആക്സിഡൻറ്റ്, ഒരു കാർ വന്നിടിച്ച് ഓട്ടോറിക്ഷ തലമീതായി മറിഞ്ഞു. ഇപ്പോൾ ഈ കാലിന് വലത്തെ കാലിനും ഇടത്തെ കാലിന് ഫ്രാക്ചറുണ്ട്, എളിയിലും ഫ്രാക്ചറുണ്ട്. ഇപ്പോൾ ഒരു 3 മാസത്തോളം റെസ്റ്റ് വേണ്ടി വരും. അതിലും ഏറെ വിഷമകരമായി എനിക്ക് തോന്നി ഇതൊക്കെ ട്രീറ്റ്മെൻറ്റുമേ കടന്നു പോകും. എന്നാൽ തൻ്റെ ജീവിതത്തിലെ കയ്യും കാലുമായ ആ ഓട്ടോറിക്ഷ പൂർണ്ണമായി നശിച്ചു പോയിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സ്നേഹവും കഴിയുമെങ്കിൽ ഒരു സഹകരണവും കൂടി ആയാലേ നമുക്ക് റോയേട്ടൻ പ്ലാസ്റ്റിക് വെട്ടി വരുമ്പോൾ വീണ്ടും ചലിക്കുന്നൊരു മനുഷ്യനായിട്ട് മാറ്റിയെടുക്കാൻ നമ്മുടെ ഏവരുടെയും പ്രാർത്ഥന, ജാതിമതഭേദമന്യേ ഏവരുടെയും പ്രാർത്ഥന റോയേട്ടൻ്റെ വീണ്ടും സമൂഹത്തിന് ഒരു വെളിച്ചമായി മാറുവാനായിട്ട് നമുക്ക് ഒരുക്കി കൊടുക്കണം. ഞാൻ ഇത്രയും ദൂരം 90 കിലോമീറ്റർ വന്നപ്പോൾ ഞാൻ വണ്ടിയിലാണ് വന്നിരിക്കണേ. അപ്പോൾ ഈ ദൂരം അത്രയും താണ്ടി നമ്മളവിടെ വന്ന് താമസിക്കും. അത് കഴിയുമ്പോൾ ഇവിടെ വന്ന് വീണ്ടും മലപ്പുറത്ത് വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്ന റോയേട്ടൻ്റെ ആ യാത്രാവാഹനമാണ് റോയേട്ടൻ്റെ യഥാർത്ഥ ജീവൻ. റോയേട്ടൻ്റെ ആ യാത്ര തന്നെ മറ്റുള്ളവർക്ക്, ആരോഗ്യമുള്ളവർക്ക് പോലും തങ്ങളുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു സഹനത്തെ അതിലപ്പുറം ചാടിക്കിടക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് ശരിക്കും പറഞ്ഞ റോയേട്ടൻ. നിങ്ങളുടെ ഓരോയും പ്രാർത്ഥന വേണം റോയേട്ടൻ്റെ ഞാൻ നമ്പർ GP നമ്പർ ഞാൻ പൈസ സമ്പാദിക്കാനൊന്നുമല്ല, നമുക്കൊരു വണ്ടി ഒരുക്കുവാനായിട്ട് നല്ല മനസ്സും കരുണയുള്ളവരുടെ ഒരു സഹകരണം ഒരു 3 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ഈ നിരത്തിലൂടെ 3 ഓട്ടോറിക്ഷയിൽ ക്ലച്ചും ഇതൊക്കെ കാലിമ പറ്റാത്തത് കൊണ്ട് കൈമാക്കി അതിനൊക്കെ ഒരു തയ്യാറാണ്, ഒരു സുഹൃത്തുക്കൾ തയ്യാറാണ്. ഇവിടെ എല്ലാ സംവിധാനമൊക്കെ ഉണ്ട്. അത് പറയുമ്പോഴേക്കും അവർ കൈ കൊണ്ടിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വാഹനത്തിലേക്ക് കൂടുതൽ തിരിച്ചു വരവ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായി നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന വേണം. അപ്പോൾ റോയേട്ടൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു പോയിട്ട് 94 47 960 നിങ്ങൾ കഴിയുന്ന പ്രാർത്ഥനകളും സഹായ സഹകരണങ്ങളും ഈ നമ്പറിലേക്ക് റോയേട്ടനെ വിളിക്കാം. നേരിട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ വാഹനം തട്ടിയ വാഹനക്കാർ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുത്തു. എന്നാൽ ഇൻഷുറൻസും കേസും കാര്യങ്ങളൊക്കെ എന്നുള്ള നിലയ്ക്ക് കേസുള്ളത് കൊണ്ട് ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനമല്ല ഉള്ളത്. എന്നാൽ സ്വന്തം രക്തബന്ധം പോലെ ഇവിടുത്തെ സഹോദരങ്ങൾ അവരാൽ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കടത്തി വിടുന്നത്. എന്നിരുന്നാലും ഒത്തിരി സാമ്പത്തിക ഞെരുക്കത്തിൽ തന്നെയാണ് എൻ്റെ മോൻ. എനിക്ക് എൻ്റെ മോനെന്ന് പറയാനായിട്ട് അത്രയ്ക്ക് അവകാശമുണ്ട്. ഞാൻ മറ്റുള്ള രോഗികളെ ഈ സമൂഹത്തിലേക്ക് കൂടുതൽ റിക്കവർ ചെയ്യുന്നത് പലപ്പോഴും റോയേട്ടൻ്റെ വണ്ടിയിൽ കൊണ്ട് നടന്നിട്ടൊക്കെ. അതിനാൽ തന്നെ നിങ്ങളുടെ അവരെയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും റോയേട്ടൻ്റെ ഈ നമ്പറിലേക്ക് നേരിട്ട് തന്നെ ചെയ്യാം. എനിക്കറിയാം അഥവാ 50 പൈസ അങ്ങനെ കൂടുതൽ എൻ്റെ റോയേട്ടൻ്റെ എൻ്റെ മോനിൽ കിട്ടുകയാണെങ്കിൽ അത് 1 രൂപയായിട്ട് മറ്റുള്ളവരെ സഹായിക്കും എന്നുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സ്വന്തം മലപ്പുറത്തുകാരൻ റോയേട്ടൻ.